പാഠം 951. ഇംഗ്ലീഷ് ഒരു ഭാഷയാണ്. ഹലോ, അതെ സത്യഭാമിയാണ്. ആ സന്തോഷേ, എന്തായി? ഞാൻ മോഹനട്ടോട് ചോദിക്കാൻ മറന്നു. അയ്യോ, എന്നിട്ട് അല്ല, എന്നിട്ട് മോഹനട്ടൻ എന്ത് പറഞ്ഞു എന്ന് പറ. ആ ശരി, ഞാനൊന്ന് ചോദിക്കട്ടെ. സന്തോഷം, കുറച്ച് കഴിഞ്ഞിട്ടൊന്ന് വിളിക്കൂ. എന്നെ നാണം കെടുത്തുക എന്നുള്ള ഒറ്റ ഉദ്ദേശമുള്ള ഈ മനുഷ്യന്. മോഹനോട് സന്തോഷോട് എന്താ പറഞ്ഞത്? ഏത് സന്തോഷ്? വിദ്യാലക്ഷ്മിയുടെ അമ്മാവന്റെ മകൻ സന്തോഷിനോട്. മനസ്സിലായില്ല. ഇതിന് മാത്രം മനസ്സിലാക്കാൻ എന്തിരിക്കുന്നു മോനട്ടാ? ഇന്നലെ ഒരു കൈവശാവകാശ സർട്ടിഫിക്കറ്റുള്ള അപേക്ഷയുമായിട്ട് വില്ലേജ് ഓഫീസിൽ വന്ന സന്തോഷൻ. അത് വിദ്യയുടെ അമ്മാവന്റെ മോന. സർട്ടിഫിക്കറ്റ് പറ്റുന്നിടത്തോളം പെട്ടെന്ന് കൊടുക്കണമെന്ന് ഞാൻ മോഹനട്ടനെ വിളിച്ച് പറയുകയും ചെയ്തതാണ്. ആ സന്തോഷം അവന് എന്താ പ്രശ്നം? പ്രശ്നം അവനല്ലല്ലോ, മോഹനട്ടനല്ലേ. ഇന്നലെ ആഫീസിൽ വെച്ച് അവിടെ ഉണ്ടായിരുന്ന സകലരുടെ മുന്നിൽ വെച്ച് മോഹനട്ടൻ അവനെ കളിയാക്കിയില്ലേ? എന്തൊരു കഷ്ടം എന്റെ മോഹനട്ടാ. ഞാനിനി വിദ്യാലക്ഷ്മിയോട് എന്താ പറയുക? വിദ്യാലക്ഷ്മിയോട് പറയണം അവന് വകതിരിവ് പഠിപ്പിക്കാൻ. എന്താ സന്തോഷം എന്താ ചെയ്തത്? എന്താ ചെയ്തെന്നോ? വന്ന് കയറിയപ്പോ മുതൽ അവന്റെ വായിൽ നിന്ന് ഇംഗ്ലീഷ് അല്ലാതെ വേറെ ഒരു വാക്കും വരില്ല. അവിടെ കൂടിയിരുന്ന ആളുകളുടെ മുന്നിൽ വെച്ച് ഇംഗ്ലീഷ് തന്നെ ഇംഗ്ലീഷ്. അവൻ പറയുന്ന ഒന്നും കാഞ്ചനയ്ക്കും സ്വയംപ്രഭയ്ക്കും മനസ്സിലാകുന്ന പോലുമില്ല. ഇംഗ്ലീഷ് പറയുന്ന അത്ര വലിയ തെറ്റാണോ മോനട്ടാ? ഇംഗ്ലീഷ് പറയുന്ന തെറ്റൊന്നുമല്ല, പക്ഷേ അത് പറയേണ്ടടുത്ത് പറയണം. കേരളത്തിലെ ഒരു വില്ലേജ് ഓഫീസിൽ വന്ന് മലയാളിയായ അയാൾ മലയാളിയായ കാഞ്ചനയോടും സ്വയംപ്രഭയോടും ഇംഗ്ലീഷ് പറയേണ്ട കാര്യം എന്താണ്? മോഹനേട്ടൻ ഈ പറച്ചിൽ കേട്ടിട്ടുണ്ടെങ്കിൽ സന്തോഷ് കാഞ്ചനോട് സ്വയംപ്രഭയോട് എന്തോ തെറി പറഞ്ഞു പറഞ്ഞല്ലോ. ഇംഗ്ലീഷ് ഒരു ഭാഷയാണ്, അത് ആർക്കും എവിടെയും പറയാം. ഞാൻ ഒരു വില്ലേജ് ഓഫീസറാണ്. കൈവശ അവകാശ സർട്ടിഫിക്കറ്റ് എപ്പോൾ കൊടുക്കണമെന്ന് ഞാൻ തീരുമാനിക്കും. കൊള്ളാം മോഹനേട്ടാ, നല്ല ന്യായം. മോഹനേട്ടൻ നമ്മുടെ നാട്ടിലെ പുതിയ ചെറുപ്പക്കാര് തീരെ ചെറുപ്പത്തിൽ തന്നെ ഇംഗ്ലീഷ് പറഞ്ഞാണ് ശീലിക്കുന്നത്. മോഹനയുടെ കൈവശാവകാശ സർട്ടിഫിക്കറ്റ് എന്ന് പറയുമായിരിക്കും, പക്ഷെ അവര് പറയുന്നത് പൊസഷൻ സർട്ടിഫിക്കറ്റ് എന്നായിരിക്കും. അതിൽ എന്താണ് ഇത്ര വലിയ കുഴപ്പം? അതിലൊരു കുഴപ്പമൊന്നുമില്ല. പക്ഷേ ആവശ്യമില്ലാത്തപ്പോ 6 വർഷം ഇംഗ്ലീഷ് പറയേണ്ട കാര്യം എന്താണ്? ഒരാറ് വർഷം ഇംഗ്ലീഷ് പറഞ്ഞിട്ടില്ല. ചെറുപ്പക്കാര് അവരുടെ രീതിയിൽ സംസാരിക്കും. അതൊന്നും മോഹനേട്ടന് മനസ്സിലാവില്ലല്ലോ. 12ാം നൂറ്റാണ്ട് ജീവിക്കുന്നവർ കൊണ്ടുനടക്കുന്ന ശീലങ്ങളാണല്ലോ മോഹനേട്ടനുള്ളത്. സന്തോഷായിരിക്കും. കൈവശാവകാശ സർട്ടിഫിക്കറ്റ് എപ്പോ കൊടുക്കുമെന്ന് പറയണം. എനിക്ക് സൗകര്യമുള്ളപ്പോൾ. ഹലോ, അതെ, ഞാൻ കൊടുക്കാം. മോനേട്ടാ, മോനേട്ടാ എത്തിക്കഴിഞ്ഞു. ആരാ? ചേച്ചി പറഞ്ഞേട്ടൻ. പിടിക്കേ. ഹലോ, എന്താ ശിശുപാല? ആര് പറഞ്ഞു? ഓഹോ, ഞാൻ ഓഫീസിൽ നിന്ന് തീരുമാനിക്കാം. അങ്ങനെ ഡെപ്യൂട്ടി തഹസിൽദാർ പറയുന്ന പോലെ മാത്രം കാര്യങ്ങൾ നടക്കില്ലല്ലോ. ശരി. ഇത്തരം മേലുദ്യോഗസ്ഥന്മാരെയാണ് ആദ്യം തല്ലേണ്ടത്. മേലുദ്യോഗസ്ഥന്മാരെ തല്ലുന്നല്ലോ ഇവിടുത്തെ പ്രശ്നം. സന്തോഷിന്റെ കൈവശാവകാശ സർട്ടിഫിക്കറ്റ് കാര്യം മോനോട്ട് പറ. അത് കൊടുക്കേണ്ട സമയമാകുമ്പോ കൊടുക്കും. എപ്പോഴാ കൊടുക്കാൻ പോടുന്നത് ഇപ്പൊ പറയാൻ പറ്റില്ല. ഇത് അസൂയ മോഹനേട്ടാ, മുഴുത്ത അസൂയ. സന്തോഷ് ചെറുപ്പം തൊട്ട് ഇംഗ്ലീഷ് മീഡിയത്തിലാണ് പഠിച്ചത്. ഡിഗ്രി എടുത്തതോ ഇംഗ്ലീഷ് സാഹിത്യത്തിലും. അപ്പൊ പിന്നെ അവന് നല്ല മണി പോലെ ഇംഗ്ലീഷ് പറഞ്ഞ അറിയായിരിക്കും. അവൻ ഇംഗ്ലീഷ് കേട്ട് കൊമ്പത്തെ വില്ലേജ് ഓഫീസറും ബാക്കി 2 ക്ലർക്കുമാരും ലക്ഷക്കവണി പോയി. അതിന്റെ വാശാണ് ഇപ്പൊ ഈ കാണിക്കുന്നത്. മോഹനേട്ടാ, നമ്മുടെ നാട്ടിൽ സകല ആളുകൾക്ക് ഇപ്പൊ ഇംഗ്ലീഷ് അറിയാം. അവരൊക്കെ അത് പറയുന്നുണ്ടാവും. മലയാളമേ ശരണം എന്ന് പറഞ്ഞു നടക്കുന്ന മോഹനേട്ടൻ ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയാത്തതിന് സന്തോഷം എന്ത് പഠിച്ചു? ഈ നാട്ടിൽ ഒരാളും ഇതുവരെ എന്നോട് ഇംഗ്ലീഷ് പറയാൻ വന്നിട്ടില്ല. ഈ സന്തോഷമല്ലാതെ വേറെ ആരെങ്കിലും ഒക്കെ ഇംഗ്ലീഷ് പറയുകയാണെങ്കിൽ നീ പറയുന്നത് ശരിയാണെന്ന് ഞാൻ സമ്മതിച്ചേനെ.
ഒരാളും എന്നോട് ഇംഗ്ലീഷ് പറഞ്ഞിട്ടില്ല. വക്കീലേ, നമസ്കാരം വക്കീലേ. നമസ്കാരം. ജോണിക്കുട്ടി തന്നു വിട്ടതാണേ. ആഹാ. ഇത് ഇന്ന് രാവിലെ തന്നെ വക്കീലിനെ ഏൽപ്പിക്കണമെന്നും പറഞ്ഞു. ഇന്ന് എന്റെ കേസ് ഫയൽ ചെയ്യില്ലേ? ഓക്കെ. നേരെ ഇതുമായിട്ട് കോടതിയിലോട്ട് അങ്ങ് ചെന്നാ മതിയല്ലോ. ഒരു കേസ് ഫയൽ ചെയ്യുന്നതിന് മുന്നേ ഒരുപാട് ജോലികൾ എനിക്ക് തീർക്കാനുണ്ട്. അതിനായിട്ടാണ് ഈ കടലാസ് ഞാൻ ചോദിച്ചോണ്ടിരുന്നത്. ഇപ്പതാ 3 ദിവസമായി. നോക്കട്ടെ, ജോലിയെല്ലാം തീരുവാണെങ്കിൽ നാളെ ഞാൻ ഫയൽ ചെയ്യാം. മതി 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 മതി. ശരി. അയ്യോ, നമസ്കാരം സാർ. സാറിനെ ഒന്ന് കാണേണ്ട കാര്യം ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഗോപാലേട്ടന്റെ കാര്യത്തിന് വേണ്ടിയിട്ടാണ്. എന്ത് കാര്യത്തിന്? അത് വില്ലേജ് ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട കാര്യമല്ല. ഓ ശരി. സാറേ, ഈ ഇലക്ട്രിസിറ്റി ഓഫീസിലൊരു കാര്യമാണ്. ഞാൻ ഇപ്പോഴും വില്ലേജ് ഓഫീസറാണ്. അതെനിക്കറിയാം. വില്ലേജ് ഓഫീസും ഇലക്ട്രിസിറ്റി ഓഫീസും തമ്മിൽ ആകെയുള്ളത് 2 ബന്ധങ്ങളാണ്. ഒന്ന്, ഇലക്ട്രിസിറ്റി ഓഫീസിലെ കെട്ടിടം ഇരിക്കുന്ന ഭൂമിയുടെ കണക്ക് വില്ലേജ് ഓഫീസിലാണ്. 2, വില്ലേജ് ഓഫീസിൽ കറണ്ട് ഉണ്ട്. ഉണ്ട്. സാറേ സാറേ സാറേ, എന്താ? ഇത് ഒരു ശുപാർശയുടെ പ്രശ്നമാണ്. എന്ത് ശുപാർശ? സാറിനറിയാലോ, ഈ ഗോപാലേട്ട ആ വീട്ടിൽ താമസിക്കാൻ തുടങ്ങിയിട്ട് ഒരു 10-15 കൊല്ലം ആയി. അന്ന് തൊട്ടടുത്ത് കിടന്ന ഭൂമി ബഷീറിന്റെ ആയിരുന്നു. ഗോപാലേട്ടന്റെ വീട്ടിലേക്ക് കറണ്ട് കമ്പി വലിക്കുന്ന സംഭവം വന്നപ്പോ ബഷീറിന്റെ പറമ്പിലൂടെ വലിച്ചു കഴിഞ്ഞാൽ 2 പോസ്റ്റ് കുറയ്ക്കാമെന്നുള്ളൊരു അഭിപ്രായം വന്നു. ബഷീർ അന്ന് തന്നെ ഒരു സമ്മതപത്രം എഴുതി ഇലക്ട്രിസിറ്റി ഓഫീസിൽ കൊടുക്കുകയും ചെയ്തു. കമ്പി അതുവഴി വലിക്കുകയും ചെയ്തു. 2-3 കൊല്ലം മുമ്പ് ബഷീർ ആ സ്ഥലം വിറ്റു. നാരായണൻകുട്ടിയാണ് അത് വാങ്ങിയത്. അന്ന് മുതൽ ആ കമ്പി മാറ്റി തരണമെന്ന് പറഞ്ഞിട്ട് നടക്കുകയാണ് നാരായണൻകുട്ടി. പരാതിപ്പെടാന്നുള്ള സ്ഥലത്തൊക്കെ പരാതിപ്പെട്ടു. ഇപ്പോ AXക്ക് പരാതി കൊടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് അല്ല, AX തോമസ് സാറും തമ്മിൽ നല്ല അടുപ്പത്തിലാണല്ലോ. മോനേര് സാറ് തോമസ് സാറിന്റെ അടുത്തൊന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ അതൊരു... നമസ്കാരം. ഞാനും തോമസ് സാറും തമ്മിൽ വലിയ അടുപ്പത്തിലാണ്. അറിയാം. നിയമം വിട്ട് ഒന്നും ചെയ്യാൻ ഞാൻ ശുപാർശ ചെയ്യില്ല. സാറേ, ഇതിൽ അങ്ങനെ നിയമപ്രശ്നമൊന്നും ഇല്ല. ഒരാള് ഭൂമി വിറ്റാലും വിൽക്കുന്നതിന് മുമ്പ് ഇലക്ട്രിസിറ്റി ഓഫീസുമായി ഒപ്പിട്ട എഗ്രിമെന്റ് നിലനിൽക്കും. പിന്നെന്താ പ്രശ്നം? പ്രശ്നം വേറെ ഒന്നുമല്ല. ഈ നാരായണൻകുട്ടി അയാളുടെ സ്വാധീനം ഉപയോഗിച്ച് കുഴപ്പമുണ്ടായി കഴിഞ്ഞത് പ്രശ്നമാവുമെന്നുള്ളതാണ്. ഉത്തമന്റെ വാക്ക് കേട്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇന്ന് വൈകുന്നേരം ഗോപാലൻകുട്ടി ചേട്ടനോട് എന്നെ ഒന്ന് കാണാൻ പറയൂ. ബാക്കി ഞാൻ അപ്പൊ നോക്കാം. ശരി സാർ, വലിയ ഉപകാരം സാർ. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. ശരി ശരി. മോഹനേട്ടൻ എന്ത് പറഞ്ഞു? എന്ത്? അല്ല, ഗോപാലേട്ടന്റെ കാര്യത്തില് എന്ത് തീരുമാനം പറഞ്ഞത്? സംഗതി ശരിയാക്കാന്ന് സാർ പറഞ്ഞു. പിന്നെ ഗോപാലൻ ചേട്ടനോടൊന്ന് നേരിട്ട് കാണണമെന്നും പറഞ്ഞു. ഉത്തമ, ഞാൻ പറയാമെന്ന് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കില്, ഇന്ന് മുതൽ വില്ലേജ് ഓഫീസർക്ക് പുതിയ രസവും തുടങ്ങിയിരിക്കുക. എന്ത് പറ്റിയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇംഗ്ലീഷോട് ഭയങ്കര പ്രേമം. ഇംഗ്ലീഷിനോടോ? അതേന്ന്. ഇംഗ്ലീഷ് നിർബന്ധമായും പഠിക്കേണ്ട ഭാഷയാണ്. ഇനിയുള്ള കാലത്ത് ഇംഗ്ലീഷ് അറിയാതെ ജീവിക്കാൻ പറ്റില്ല എന്നൊക്കെയാണ് വില്ലേജ് ഓഫീസർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ വിശ്വസിക്കില്ലേ. മോനേഴ്സ് സാർ ശ്വാസം വലിക്കുന്നത് പോലും മലയാളത്തിലാണെന്നാണ് നാട്ടുകാർ മുഴുവനും പറയുന്നത്. അയ്യോ, എന്തെങ്കിലും നിവർത്തി ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു വാക്ക് പോലും ഇംഗ്ലീഷ് പറയാത്ത ആളല്ലേ സാറ്? അത് ഇന്നലെ വരെ ഉത്തമ. ഇന്നത്തെ പത്രത്തിൽ എന്തൊരു വാർത്തയുണ്ട്, ഇംഗ്ലീഷ് വിദ്യാഭ്യാസം അവസാനിപ്പിക്കണമെന്നോ മറ്റോ. ഏതോ ഒരു സാറിന്റെ ആ പ്രസ്താവന വായിച്ചിട്ടേ മോഹനേട്ടൻ ഇനി പറയാനൊന്നും ബാക്കിയില്ല. വക്കീൽ എന്തൊക്കെയാണ് പറയണേ? സത്യം ഉത്തമ. മോഹനേട്ടൻ പറഞ്ഞത് കേട്ടല്ലേ ഉത്തമ ഞെട്ടു. സത്യം പറഞ്ഞാൽ ഇവരെയൊക്കെ ചൂരൽ കൊണ്ടടിക്കുകയാണ് വേണ്ടത്. ഇവരൊക്കെ പറയുന്നതിന് ഒരു പരിധിയില്ലേ? എന്താ മോഹനേട്ടാ? ഇംഗ്ലീഷ് വിദ്യാഭ്യാസം പുതിയ തലമുറയെ വഴിതെറ്റിക്കുന്നു എന്നൊരു മഹാൻ പത്രത്തിൽ എഴുതിയിരിക്കുന്നു. ഇയാൾക്കൊക്കെ ഇംഗ്ലീഷിനെ പറ്റി എന്തറിയാം? ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയട്ടെ, മോഹനേട്ടൻ അത് വിടാൻ നോക്ക്. എങ്ങനെ വിടും? ഈ ലോകത്ത് ഏറ്റവും അധികം ആളുകൾ സംസാരിക്കുന്ന ഭാഷയാണ് ഇംഗ്ലീഷ്. അമേരിക്കയിലോ ബ്രിട്ടനിലോ ഒക്കെ ചെന്നിട്ട് പിന്നെ മലയാളം പറഞ്ഞിട്ട് എന്താ ഭമേ കാര്യം? അല്ല, ഒരു ഭാഷയെ ബഹുമാനിക്കാൻ പഠിക്കണം. മോഹനേട്ടൻ എത്ര നാളും മലയാളം മതി മലയാളം മതി എന്നാണല്ലോ പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നിട്ടിപ്പോ അത് ഒരു വലിയ തെറ്റായി പോയത് എനിക്കിപ്പോഴാണ് മനസ്സിലായത്. സത്യം പറഞ്ഞ കേരളം എന്ന ഇട്ടാവട്ടത്ത് കിടക്കുന്ന ഒരു ചെറിയ ഭാഷ മാത്രമാണിത്.
ഈ നമ്മുടെ ആളുകൾ സ്വയം ചെറുതാകുകയല്ലേ. എല്ലാവരും ഇംഗ്ലീഷ് പഠിക്കുകയും ഇംഗ്ലീഷ് സംസാരിക്കുകയും ചെയ്യണമെന്നാണ് എന്റെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ആഗ്രഹം. അതിന് ഇംഗ്ലീഷ് അറിയണ്ട എല്ലാവർക്കും. നമ്മുടെ നാട്ടിലുള്ള എത്ര പേർക്ക് ഇംഗ്ലീഷ് അറിയാം മോനട്ടാ? അറിയാത്തവർ പഠിക്കണം, അങ്ങനെയല്ലേ വേണ്ടത്. ഇനി മുതൽ വില്ലേജ് ഓഫീസിൽ വരുന്നവർക്ക് ഇംഗ്ലീഷ് അറിയാമോ എന്ന് നോക്കിയിട്ട് ഞാൻ എന്തെങ്കിലും ചെയ്തു കൊടുക്കും. ഇംഗ്ലീഷ് അറിയാവുന്നവർക്ക് എന്നും മുൻഗണന ഉണ്ടായിരിക്കും. അല്ല, പെട്ടെന്ന് ഇങ്ങനെ ഒരു ബോധത ഉണ്ടാവാൻ എന്താ കാര്യം? ആമേ, ഇംഗ്ലീഷ് ഒരു ചെറിയ ഭാഷയല്ല. ഷേക്സ്പിയറും വേഴ്സ്വർത്തും കീറ്റ്സും ഷെല്ലിയും ബെർണാഡ് ഷായൊക്കെ എഴുതിയത് ആ ഭാഷയിലാണ്. ആ ഭാഷ അറിയാത്തവർ എന്തിനാണ് പിന്നെ ജീവിച്ചിരിക്കുന്നത്? ഇംഗ്ലീഷിനെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് ഇനി മുതൽ കെ മോഹനകൃഷ്ണൻ സാറിന്റെ ജീവിത ലക്ഷ്യം. അമ്പമ്പോ, മനുഷ്യർക്ക് ഇങ്ങനെ മാറ്റം വരുമോ? ഇത് ഞാനും ചോദിച്ചു ഉത്തമ്മ. അപ്പൊ മോനേട്ടൻ പറയാ, കാലം മാറുന്നതനുസരിച്ച് നമ്മളും ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കണമെന്ന്. ഈ ഗോപാലൻ ചേട്ടന് ഇംഗ്ലീഷ് ഒക്കെ അറിയാലോ അല്ലേ? ഗോപാലൻ ചേട്ടനാ? ആ, ഗോപാലൻ ചേട്ടൻ വരുന്ന പാടെ മോഹനേട്ടൻ ഇംഗ്ലീഷ് വല്ലതും ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഗോപാലൻ ചേട്ടൻ പിന്നെ എന്ത് ചെയ്യും? അങ്ങനെയൊക്കെ ചോദിക്കുവോ? ഇനി വരുന്നവരോട് ചോദിക്കുന്നാണല്ലോ മോഹനേട്ടൻ പറഞ്ഞത്. ഒരുപാട് വിദ്യാഭ്യാസം ഇല്ലാത്തവരാണെങ്കിൽ പ്രശ്നം ഉണ്ടാവില്ല. പക്ഷെ ഈ കോളേജിലൊക്കെ പോയവര് ഇനി മോഹനേട്ടനെ കാണാൻ വരുമ്പോ ഇംഗ്ലീഷ് അറിയാമോ എന്ന് പരിശോധിക്കുന്ന പറഞ്ഞിരിക്കുന്നേ. ആ, ഗോപാലേട്ടൻ കോളേജിൽ പോയിട്ടുള്ളതല്ലേ? പോയിട്ടൊക്കെ ഉണ്ട്. പ്രീ ഡിഗ്രി വരെ പോയിട്ടുള്ളൂ. പക്ഷേ ഇംഗ്ലീഷിലൊന്നും അത്ര പിടിപാടൊന്നും കാണൂല. ഒരുപാടൊന്നും വേണ്ട, പക്ഷെ അത്യാവശ്യം ഇംഗ്ലീഷ് ഒക്കെ അറിഞ്ഞിരിക്കണം. ഗോപാലേട്ടൻ ഇംഗ്ലീഷ് അറിയാമെന്ന് മോഹനേട്ടൻ തോന്നിക്കഴിഞ്ഞാൽ പിന്നെ രക്ഷപ്പെട്ടു. ഇല്ലെങ്കിൽ പിന്നെ സംഗതിയാകെ വഷളാവും. ഉത്തമനോടുള്ള സ്നേഹം കൊണ്ട് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ശരിടാ, ഓരോ ദിവസം ഓരോ ഭ്രാന്താണല്ലേ. നേരെ കൊണ്ട് വിളിക്കുന്നുണ്ട്. അപ്പോ ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ? ശ്രദ്ധിച്ചോ? ഗോപാലൻ ചേട്ടന്റെ വീതി അല്ലാതെ തോന്നുന്നു. നീ ഇതെവിടെയായിരുന്നു? ഈ ഷർട്ട് മുണ്ട് ഇതുവരെ തേച്ചില്ലല്ലോ. ഞാനിപ്പോ തേച്ചരാ. എനിക്ക് അടുക്കളയിൽ കുറച്ച് പണിയുണ്ടായിരുന്നേ. ഉത്തമം പോയായിരുന്നോ? ആ, പോയി. എന്താ ഈ ഗോപാലേട്ടന്റെ കാര്യം? ഗോപാലേട്ടന്റെ കാര്യം തീരുമാനിക്കേണ്ടത് ഞാനല്ല, വൈദ്യുതി വകുപ്പാണ്. അതെ, തീരുമാനത്തിന്റെ കാര്യമല്ല. മോഹനേട്ടൻ വിചാരിച്ചാൽ ഗോപാലേട്ടനെ സഹായിക്കാൻ പറ്റുമോ എന്നാണ് ഞാൻ ചോദിച്ചത്. ഒരു പറമ്പിലൂടെ വൈദ്യുതി കമ്പി വലിക്കാൻ ഉടമസ്ഥന്റെ സമ്മതപത്രം എഴുതി കൊടുത്താൽ വൈദ്യുതി വകുപ്പിന് അത് ചെയ്യാം. ആ സ്ഥലമുടമ ആ പറമ്പ് വിറ്റു എന്നതുകൊണ്ട് സമ്മതപത്രം ഇല്ലാതാകുന്നില്ല. അതുകൊണ്ട് നിയമപരമായി ഗോപാലേട്ടന്റെ പക്ഷത്താണ് ന്യായം. അവന് പഠിക്കാനില്ല. മോഹനേട്ടന് തോമസ് സാറിനോട് പറയുകൂടെ ചെയ്തിട്ടുണ്ടെങ്കിൽ സംഗതി ശരിയാവുമല്ലോ. ഈ ഗോപാലേട്ടൻ അത്ര ചെറിയ കക്ഷിയൊന്നുമല്ല കേട്ടോ മോനേട്ടാ. പണ്ടത്തെ കാലത്ത് കോളേജിലൊക്കെ പോയ ആളാ. പ്രീ ഡിഗ്രി വരെ മറ്റോ പഠിച്ചിട്ടുണ്ട്. അതൊരു വലിയ വിദ്യാഭ്യാസ യോഗ്യതയല്ല. ഞാൻ കെമിസ്ട്രിയിൽ 1ാം ക്ലാസ് ഡിഗ്രി ഉള്ള ആളാ. അതെ, എന്നാലും അന്നത്തെ കാലത്ത് പ്രീ ഡിഗ്രി വരെ പഠിക്കുന്നവർക്ക് നല്ല വിവരം ഉണ്ടാവുമല്ലോ. ഉണ്ടാവുമായിരിക്കും. എനിക്ക് ഗോപാലേട്ടനുമായിട്ട് അത്ര വലിയ പരിചയമൊന്നുമില്ല. ഞാൻ ചുമ്മാ ഒരു ഊഹം പറഞ്ഞതേ ഉള്ളൂ. നമ്മുടെ നാട്ടിലുള്ള പകരം നമ്മൾ കാണുന്ന പോലെ അല്ല മോനട്ടാ. മുടിഞ്ഞ വിവരോ. കഴിഞ്ഞ ആഴ്ച നമ്മുടെ ബേക്കറിലെ പുഷ്കരനെ ഫോണിലാരോടെ ഇംഗ്ലീഷ് സംസാരിക്കുന്ന കേട്ടു. എന്റെ ഇംഗ്ലീഷ് ഭ്രാന്ത് ഇതുവരെ തീർന്നില്ലേ? ഞാൻ വെറുതെ പറഞ്ഞതേ ഉള്ളൂ. പലരും നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല എന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി. സന്തോഷിന്റെ കാര്യം എങ്ങനെയാ മോഹനേട്ടാ? 2-3 ദിവസത്തിനുള്ളിൽ സർട്ടിഫിക്കറ്റ് കിട്ടി നന്നായിരിക്കുമെന്നാ അവൻ പറഞ്ഞത്. ആദ്യം അവൻ വകതിരിവ് പഠിക്കട്ടെ എന്ന് ഞാനും പറഞ്ഞായിരുന്നു. അങ്ങനെയല്ല മോഹനേട്ടാ. വില്ലേജ് ഓഫീസിലെ കാര്യങ്ങൾ നോക്കാൻ എനിക്കറിയാം. നിന്റെ ഉപദേശം വേണ്ട. ഗോപാലേട്ടൻ ഇവിടെ വന്ന് നല്ല 4 ഇംഗ്ലീഷ് ഡയലോഗ് കാച്ചാൻ പറ്റണേ. എന്റെ ഉത്തമ, നീ എന്ത് വർത്തമാനാ ഈ പറയുന്നത്? ഞാൻ ഇംഗ്ലീഷ് പറയാനോ? എന്റെ ആഗ്രഹമല്ലല്ലോ, മോഹനേട്ടൻ സാറിന്റെ വാശിയില്ലേ? സാറ് പണ്ടുതൊട്ടേ ഇങ്ങനെയാണ്. ഓരോ സമയത്ത് ഓരോ ഭ്രാന്ത് തലയ്ക്ക് പിടിക്കും. ബാക്കിയുള്ളവർ ആ താളത്തിന് തുള്ളിക്കോണം. എന്നാലും ഞാൻ ഇംഗ്ലീഷ് പറയണമെന്നൊക്കെ പറഞ്ഞ എന്റെ ഗോപാല ചേട്ടാ,
10ാം ക്ലാസ് തോറ്റ ഞാൻ പോലും അത്യാവശ്യത്തിന് പലപ്പോഴും ഇംഗ്ലീഷ് പറയും. പിന്നെയാണോ കോളേജിലൊക്കെ പോയി പഠിച്ച ഗോവനം കുട്ടിച്ചേട്ടന്? ഉത്തമ, അത് എത്ര കൊല്ലം മുമ്പാ. അത് മാത്രമല്ല, ഞാൻ പോയത് പ്രീ ഡിഗ്രിക്കല്ലേ. പ്രീ ഡിഗ്രിക്ക് ഇംഗ്ലീഷിൽ തോറ്റപ്പോഴാ ഞാൻ പഠിത്തം നടത്തിയത്. ഇതിപ്പോ ഗോപാലൻ കുട്ടിച്ചേട്ടൻ അങ്ങനെ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. ഒരു ചെറിയ ശുപാർശയുടെ കാര്യമല്ലേ ഉള്ളൂ. AXC തോമസ് സാറുമായിട്ട് നമ്മുടെ നാട്ടിൽ ഇപ്പൊ ഏറ്റവും പരിചയമുള്ളത് മോഹനേഷ് സാറിനാണ്. ഗോപാലൻ ചേട്ടന്റെ കാര്യം നടത്തി തരാൻ മോഹനേഷ് സാർ വിചാരിച്ചാലേ നടക്കേ ഉള്ളൂ. അതെനിക്കറിയാം. എന്നാലും എന്തെന്നാലും ഇന്ന് വൈകുന്നേരം വരെ സമയമുണ്ടല്ലോ. കൃത്യം 5:15 മോഹനേഷ് സാർ ഓഫീസിൽ നിന്ന് വരും. അതുവരെയുള്ള സമയം കൊണ്ട് അത്യാവശ്യമുള്ള ഇംഗ്ലീഷൊക്കെ പഠിച്ചെടുത്തൂടെ? എളുപ്പമല്ലേ? ഒന്നും അല്ലെങ്കിലും 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മോനല്ലേ ഗോപാലൻ ചേട്ടന്. അവന്റെ അടുത്ത് പറയണം പഠിപ്പിച്ചു തരാൻ. സാധാരണ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ ഒരു കാര്യം നടത്തി തരാൻ വേണ്ടി കൈക്കൂലി ചോദിക്കും. മോഹനേഷ് സാറിന്റെ കാര്യം അങ്ങനെ അല്ലല്ലോ. ഓരോ സമയത്ത് ഓരോ ഭ്രാന്താണ്. അതുപോലെ നമ്മളും പെരുമാറണം. ഗോപാലൻ ചേട്ടൻ വേറൊരു കാര്യം അറിയാമോ? പണ്ട് ഇങ്ങനെയുള്ള ഒരു പ്രശ്നമായിട്ട് ഞാൻ മോഹനേഷ് സാറിനെ കാണാൻ ചെന്നു. അന്ന് കവിതയായിരുന്നു സാറിന്റെ ഭ്രാന്ത്. എന്തൊക്കെയോ കവിതയുടെ പേര് പറഞ്ഞിട്ട് അത് ആരൊക്കെയാണ് എഴുതിയെന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു. എനിക്കിത് വല്ലതും അറിയാമോ? അവസാനം സാറ് പറഞ്ഞു, മധുസൂദനൻ നായരുടെ നാറാണത്ത് ഭ്രാന്തൻ എന്ന കവിത ചൊല്ലി കേൾപ്പിച്ചാലേ കാര്യം നടക്കൂ എന്ന്. ഒരൊറ്റ രാത്രി കൊണ്ട് ഉറങ്ങാതെ കുത്തിയിരുന്ന് കവിത കാണാതെ പഠിച്ച് പിറ്റേ ദിവസം ഞാൻ ആ കവിത സാറിനെ ചൊല്ലി കേൾപ്പിച്ചു. 12 മക്കളെ പെറ്റൊരമ്മേ നിന്റെ മക്കളിൽ ഞാനാണ് ഭ്രാന്തൻ. 12 രാശിയും തീക്കുമമ്മേ നിന്റെ മക്കളിൽ ഞാനാണ് അനാഥൻ. നിന്റെ സിരയിൽ നുരയ്ക്കും പുഴുക്കളില്ല കണ്ണിലിരവിന്റെ ഭാഷാണ് തിമിരമില്ല കണ്ണിൽ അഗ്നികോണി കാറ്റൂര. ബാക്കി എന്താണെന്ന് കുറെ കാലായി. പക്ഷേ സാറിന്റെ കവിത ബോധിച്ചു, എന്റെ കാര്യം നടന്നു. അതാണ് മോഹനേഷ് സാറ്. അപ്പൊ പിന്നെ ഇംഗ്ലീഷ് പഠിക്കല്ലേ? പിന്നല്ലാതെ വൈകുന്നേരം വരെ സമയമില്ലേ? 5:15 എന്നൊരു സമയം ഉണ്ടെങ്കിൽ മോഹനേഷ് സാർ എത്തിയിരിക്കും. ഹാമേ ഹാമേ 5:15 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 5:15. ഇതാണ് എന്റെ വില്ലേജ് പ്രത്യേകത. മോനയുടെ വരുന്ന വഴിക്ക് ആരെല്ലാം കണ്ടായിരുന്നോ? മനസ്സിലായില്ല. അല്ല, ചുമ്മാ ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. അതറിയ നേരത്ത് ഗോപാലനായിരിക്കോ? ഗുഡ് ഈവനിങ് സാർ. സാറിനെ ഇവിടെ വന്ന് കാണാൻ ഉത്തമം പറഞ്ഞു. എന്നോടെന്തോ നേരിട്ട് സംസാരിക്കാനുണ്ടെന്ന്. ഉണ്ട്. ഞാനും AXC തോമസ് സാറും തമ്മിൽ വലിയ അടുപ്പമാണ് എന്നുള്ളത് സത്യമാണ്. പക്ഷേ ഞാൻ ശുപാർശ ചെയ്യണമെങ്കിൽ കാര്യങ്ങളുടെ സത്യാവസ്ഥ എന്താണ് എന്ന് എനിക്കറിയണം. ഐ നോ സാർ. സാർ, the actual problem is my neighbor നാരായണൻകുട്ടി. സാറേ, അവനൊരു പ്രത്യേക സ്വഭാവക്കാരനാണ്. എ വെരി ഇറിറ്റേറ്റിംഗ് ക്യാരക്ടർ. അത് അവൻ ആ സ്ഥലം വാങ്ങുന്നതിന് മുമ്പ് അത് തടിമില്ല് നടത്തുന്ന ബഷീറിന്റെ കയ്യിലായിരുന്നു. ഇംഗ്ലീഷിൽ പറ. ബഷീറും ഞാനും വലിയ സ്നേഹത്തിലാ കഴിഞ്ഞിരുന്നത്. ഹി വാസ് എ ഗുഡ് ഹ്യൂമൻ ബീയിങ്. നാരായണൻകുട്ടി ആ സ്ഥലം വാങ്ങിയതോടെ എന്നും പ്രശ്നമായി. ഹി ക്രിയേറ്റഡ് പ്രോബ്ലം ഈസ് എവരി ഡേ. ഇപ്പൊ അവൻ AXCക്ക് പരാതി കൊടുത്തിരിക്കുക. ദി ഡിസിഷൻ ബൈ ദി AXC ഈസ് ഫൈനൽ. യു നോ? നോ നോ. Of course. Yes. എന്താ? An AXC. That is the Assistant Executive Engineer. He is in charge of whole subdivision of Kerala State Electricity Board. And luckily, I have good rap with this Thomas. If I make a recommendation,
I am sure he will look into it. So, Gopaletta, you do one thing. Just write a letter to Mrs. Thomas and let me know. I will talk to him tomorrow itself. And don't worry, I will let you know as soon as I get a confirmation from Mrs. Thomas. Is that all right? ശരിയാണോ? മനസ്സിലായോ? സാറേ, സാറ് പറഞ്ഞതൊന്നും എനിക്ക് മനസ്സിലായില്ല. എന്താ മനസ്സിലാകാത്തത്? ഞാൻ പറഞ്ഞതൊക്കെ മനസ്സിലാക്കാനുള്ള ഇംഗ്ലീഷൊക്കെ ഗോപാലേട്ടൻ അറിയാമല്ലോ. എന്റെ പൊന്ന് സാറേ, ഇംഗ്ലീഷ് അറിയില്ലെങ്കിൽ സാറ് സഹായിക്കില്ല എന്ന് ഉത്തമം പറഞ്ഞതുകൊണ്ട് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന മോനോട് ചോദിച്ചു പഠിച്ച ഇംഗ്ലീഷാ ഞാൻ ഈ പറഞ്ഞത്. സാറേ, സത്യത്തിൽ ഇന്ന് ഒരു ദിവസം മെനക്കെട്ടതാ. ഇത്രേ പഠിക്കാൻ പറ്റിയുള്ളൂ. മാഡം അഡ്വക്കേറ്റ്, എന്തോ യു സ്റ്റേ ദേർ. അപ്പൊ ഗോപാലേട്ടൻ പോയിക്കോ. നാളെ രാവിലെ തോമസ് സാറിന് ഒരു അപേക്ഷ എഴുതി കൊടുത്താൽ മതി. അത് കഴിഞ്ഞ് ഞാൻ വിളിച്ചോളാം. ശരി സാറേ, ശരി. വലിയ ഉപകാരം. പ്ലീസ് കം. ഉത്തമൻ സ്വന്തം ബുദ്ധിക്ക് അങ്ങനെ പറയില്ല എന്നെനിക്കറിയാം. എന്തായിരുന്നു നിന്റെ ഉദ്ദേശം? അല്ലേ, മോനോടും പറഞ്ഞില്ലായിരുന്നു മോഹനോട് ആരും ഇംഗ്ലീഷ് പറയാറില്ലെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു ഇപ്പോഴത്തെ കാലത്ത് എല്ലാവരും അത്യാവശ്യം ഇംഗ്ലീഷൊക്കെ പറയുമെന്ന്. അപ്പൊ മോനോട് അത് സമ്മതിച്ചില്ല. ഗോപാലേട്ടനെ പോലുള്ളവര് പോലും ഇംഗ്ലീഷ് പറയും എന്ന് തെളിയിക്കാനായിട്ട് ഞാൻ അങ്ങനെ. എന്നാലും മോഹനേട്ടനാളെ കൊള്ളാട്ടോ. ഇത്ര നന്നായിട്ട് ഇംഗ്ലീഷ് അറിഞ്ഞിട്ടാണോ ഒരൊറ്റ വാക്കുമല്ല ഇംഗ്ലീഷ് പറയാതിരിക്കുന്നേ? ഹമേ, നമുക്കറിയാവുന്നതൊക്കെ എവിടെയെങ്കിലും വിളമ്പുന്നത് അനൗചിത്യമാണ്. ഓരോ സ്ഥലത്തും ഓരോ രീതികളുണ്ട്. നമ്മൾ കേരളത്തിലാണ് ഇപ്പോൾ ഉള്ളത്. എനിക്കും നിനക്കും മലയാളമാണ്. പിന്നെ എന്തിനാണ് ഇംഗ്ലീഷ്? മാതൃഭാഷ പറയാൻ കിട്ടുന്ന ഒരു അവസരം കളഞ്ഞാൽ ഭാവിയിൽ അതൊരിക്കലും പറയാനാകാത്ത സാഹചര്യം ഉണ്ടാകുമ്പോൾ നമ്മൾ ദുഃഖിക്കും. അന്ന് മലയാളം പറയാൻ കൊതിക്കും. മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ, മർത്യനു പെറ്റമ്മ തൻ ഭാഷ താൻ. മാതാവിൻ വാത്സല്യ ദുഗ്ധം നുകർന്നാലേ പൈതങ്ങൾ പൂർണ്ണ വളർച്ച നേടൂ. മോഹനകൃഷ്ണൻ പുറമേ കാണും പോലെയൊന്നുമല്ല എന്ന് ആദ്യം മനസ്സിലാവേണ്ടത് സത്യഭാമയ്ക്കായിരുന്നു. പക്ഷേ എന്ത് ചെയ്യാം, മുൻവിധി വെച്ച് കളിച്ചപ്പോൾ വക്കീലിന്റെ കണക്ക് കൂട്ടൽ തെറ്റിപ്പോയി. ഇനിയെങ്കിലും സൂക്ഷിച്ച് കണക്ക് കൂട്ടാൻ വക്കീലിനാവട്ടെ എന്ന് ആശംസിച്ച് ഇന്നത്തേക്ക് വിടാം. കാര്യം നിസ്സാരം തുടരുന്നു.